ഹായ് ഹലോ എല്ലാവർക്കും രാവിലെ മഴയൊക്കെ ആണല്ലോ അല്ലേ. ഇവിടെയും നല്ല മഴയൊക്കെയാണ്. കാലാവസ്ഥയ്ക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നായിരുന്നു. ഈ വന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊരു വലിയ കൂട് വന്ന് മുറ്റത്ത് വീണു. എന്തോ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു അതിനകത്തുനിന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചൊന്ന് തുറന്ന് നോക്കി. അപ്പോഴൊരു ചെറിയൊരു കുഞ്ഞ് അതിനകത്തുണ്ട് കേട്ടോ, നല്ല റോസ് കളറിലായിട്ട്. കണ്ടോ, തൊലി മാത്രമേ ഉള്ളൂ, ആൾക്ക് കണ്ണൊന്നും തുറന്നിട്ടില്ല. ഒരു തീരെ ചെറിയ കുഞ്ഞാണ്. കണ്ടപ്പോൾ എലിയുടെ കുഞ്ഞു പോലെയും ഉണ്ട്, അണ്ണാൻ്റെ കുഞ്ഞു പോലെയും ഉണ്ട്. എന്താണെന്ന് ക്ലിയറായിട്ട് അറിയത്തില്ല. ഞാൻ മഴ വന്നപ്പോഴത്തേക്ക് കാർപോച്ചിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടേ അണ്ണാൻ്റെ കുഞ്ഞാണെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം നോക്കി നമ്മൾ അണ്ണാൻ വന്ന് നോക്കുന്നുണ്ടോ എന്നൊക്കെ. ഒരു പിടിയും കിട്ടുന്നില്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. കുറച്ച് നേരം അതിനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ മാറി നിന്നായിരുന്നു കേട്ടോ, അതിൻ്റെ അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. സന്ധ്യ വരെയും വന്നില്ല. അതിനുശേഷം ഞങ്ങൾ എടുത്ത് ഇത്തിരി വെള്ളം കൊടുക്കാമെന്നുള്ള രീതിയിലേ ഞാൻ ഇച്ചിരി പാലെടുത്ത് കലക്കിക്കൊണ്ട് വന്നായിരുന്നു. ഇപ്പോൾ മക്കളുടെ ഫില്ലർ പൊട്ടിക്കാത്തതുണ്ടായിരുന്നു. അതെന്നിട്ട് ഒന്നുകൂടെ കഴുകി അതിന് കൊടുക്കാനായിട്ട് നോക്കി. പക്ഷേ അതിനും പരിചയമില്ല, ഞങ്ങൾക്കും പരിചയമില്ല. അതാണ് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വിട്ട ആളെ. ഒരു തുണി എടുത്തിട്ട്, നല്ല കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ ടിഷ്യൂ പേപ്പറിൽ ആളെ ചേരും വച്ചിരുന്നു. അപ്പോൾ ആൾക്കും ഒരു റിലാക്സേഷൻ കിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എങ്ങനെ കുടിച്ചതായിരിക്കും. ഈ വീണതിന് ശേഷം പിന്നെ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അതിനുശേഷം പാല് കൊടുത്തപ്പോഴത്തേക്ക് ഫില്ലറിൽ ഊറി ഊറി കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ കുടിച്ചിട്ട് 2-3 വട്ടമായിട്ട് പാല് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ ടവലൊക്കെ പൊതിഞ്ഞ് ആളെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് ഉറങ്ങുവാണ് കേട്ടോ. ഓക്കേ.